الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن إلينا إيابهم ثم إن علينا حسابهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരെല്ലാം തന്നെ അവനവൻ്റെ ആഗ്രഹങ്ങൾ പരമാവധി പൂർത്തീകരിക്കണം എന്നുദ്ദേശിക്കുന്നവരാണ്. മനുഷ്യർ മാത്രമല്ല, ഈ ഭൗതിക ലോകത്തെ ജന്തുജാല വർഗങ്ങളെല്ലാം തന്നെ അവയുടെ ഇച്ഛകളെ പൂർത്തീകരിക്കണം, ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കണമെന്ന വലിയ പ്രാധാന്യം ജീവിതത്തിൽ ആ മേഖലയിൽ നൽകി ജീവിക്കുന്നവയാണ്. മനുഷ്യനൊന്നുകൂടി ആ വിഷയത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. അവൻ്റെ ജീവിതം സക്സസ് ആണ് എന്നവൻ വിചാരിക്കുന്നത് അവൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എത്രമാത്രം പൂർത്തീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം ജീവിത വിജയം നേടിയെന്ന നമ്മുടെ മാനദണ്ഡങ്ങളെല്ലാം നിലകൊള്ളുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിച്ച, പ്ലാൻ ചെയ്ത നമ്മുടെ രസങ്ങളും സുഖങ്ങളുമൊക്കെ എത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു, നേടിയെടുക്കാൻ സാധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിത വിജയമെന്ന് പറയാറ്. ഒരുവിധം മനുഷ്യൻ്റെ ജീവിതത്തെ പോസിറ്റീവായിട്ട് സമീപിക്കണമെങ്കിൽ അവൻ ആഗ്രഹങ്ങൾ വേണം, സ്വപ്നങ്ങൾ വേണം, ടാർഗറ്റുകൾ വേണം. അതുണ്ടെങ്കിലേ മനുഷ്യന്
പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എത്രയൊക്കെ നമ്മൾ ഈ ജീവിതത്തെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ജീവിതം എന്നുള്ളതിൻ്റെ അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ജീവിതമുള്ള സൃഷ്ടികളാണ് നമ്മൾ. ഈ ജീവിതമാണ് ഏറ്റവും പരമപ്രധാനമെന്ന് ധരിക്കാൻ പാടില്ല. ഈ ജീവിതമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുത് എന്ന് ധരിക്കാൻ പാടില്ല. മറിച്ച് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളവനാണ് ഞാൻ എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യന്റെ ആഗ്രഹ സഫലീകരണം അല്ലെങ്കിൽ സുഖാസ്വാദനം, ഇച്ഛയുടെ പൂർത്തീകരണം ഏറ്റവും മോശപ്പെട്ട രൂപത്തിലേക്ക് മാറാറ്. പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും അവരവരുടെ ഇച്ഛകളെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കാനാണ്. നല്ലവനായാലും ചീത്താളായാലും. നല്ലൊരു മനുഷ്യൻ അവന്റെ ഇച്ഛകളെ പൂർത്തീകരിക്കാണ്, ചീത്ത മനുഷ്യനും അവന്റെ ഇച്ഛകളെ പൂർത്തീകരിക്കാണ്. പക്ഷെ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്ന്, അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഒരു ധാർമ്മിക മാനദണ്ഡവും വെക്കാത്ത ആഗ്രഹ പൂർത്തീകരണമാണ് ഒന്ന്. അവന്റെ ആഗ്രഹങ്ങളാണ് ഏറ്റവും പരമപ്രധാനം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നിനെയും പരിഗണിക്കൂല. രണ്ടാമത്തേത്, അവന്റെ ആഗ്രഹം തന്നെ മറ്റുള്ളതിനെ പരിഗണിച്ചുകൊണ്ട് തന്റെ രസങ്ങളും സുഖങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോടങ്ങനെ അവന്റെ ഇഷ്ടത്തിനൊത്ത് അവന്റെ രസത്തിനൊത്ത് അങ്ങോട്ട് ജീവിച്ചോളാൻ അനുവദിച്ചിട്ടില്ല. അല്ലാഹ് പറഞ്ഞത് മനുഷ്യൻ അവന്റെ എല്ലാ രസങ്ങൾക്കുമൊത്ത് ജീവിക്കാൻ പാടില്ലെന്ന. മനുഷ്യന്റെ എല്ലാ സുഖങ്ങൾക്കുമൊത്ത് മനുഷ്യൻ ജീവിക്കാൻ പാടില്ല. മറിച്ച് മനുഷ്യന്റെ പല സുഖങ്ങൾക്കും എതിരെ മനുഷ്യൻ ജീവിക്കണം. മനുഷ്യന്റെ പല രസങ്ങൾക്കും എതിരെ മനുഷ്യൻ ജീവിക്കണം. അങ്ങനെ ജീവിച്ച് പഠിക്കണം. അങ്ങനെ ജീവിച്ച് പഠിച്ച് പിന്നെ അള്ളാഹുവിന് സമർപ്പിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിച്ചവനായിട്ട് കണക്കാക്കുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിന് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടും. ഇവിടത്തെ എന്ത് രസങ്ങളാവട്ടെ, ഇവിടത്തെ എന്ത് സുഖങ്ങളാവട്ടെ, അത് മരണാനന്തരം കൃത്യമായി ഓഡിറ്റ് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്ന ഇലൈന ഇയാബഹും, അവരുടെ മടക്കം എന്നിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. എന്നിലേക്കാണ് അവരുടെ മടക്കം. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, അവരുടെ ഹിസാബ്, അവരുടെ വിചാരണ, അത് എന്റെ ബാധ്യതയാണ്. എന്നിലേക്ക് മടങ്ങുന്നവർ അഥവാ മരിക്കുന്നവർക്ക് ഹിസാബുണ്ട്, വിചാരണയുണ്ട്, ഓഡിറ്റ് ചെയ്യപ്പെടും. അവനെ അള്ളാഹു വിചാരണ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ആ വിചാരണയെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞെന്തറിയോ, വനളഉൽ മവാസീനൽ ഖിസ്ത യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നാം നീതിപൂർവകമായ തുലാസുകൾ സ്ഥാപിക്കുന്ന, നീതിപൂർവകമായ തുലാസുകൾ. ഫലാ തുളമു നഫ്സുൻ ശൈഅ, ഒരാളോടും പടച്ചവൻ അതിക്രമം കാണിക്കില്ല, ഒരാളോടും അക്രമം കാണിക്കില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു ഘടകമണി തൂക്കമാണ് അവന്റെ പ്രവർത്തനമെങ്കിൽ അതൈനാ ബിഹാ, നാം അതിനെ പുറത്തു കൊണ്ടുവരും. മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ഘടകമണി തൂക്കം, അല്ലാഹു പറയാ, വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു ഘടകിന്റെ മണി, അതിന്റെ വിത്ത്, ആ തൂക്കമാണ് അവന്റെ കർമ്മമെങ്കിൽ, അവന്റെ പ്രവൃത്തിയെങ്കിൽ, ആ പ്രവൃത്തി നാം കൊണ്ടുവരും, ആ തുലാസുകളിൽ കൊണ്ടുവരും. നമ്മൾ തന്നെ മറന്നുപോയി പലതും.
നമ്മൾ ചെയ്തു വെച്ച പലത് നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ, കാരണം അത്ര നിസാരായിരുന്നു. മനസ്സിൽ ഓർക്കണമെങ്കിൽ എന്തെങ്കിലും ഖനം വേണ്ടേ? ഓർമ്മകളിൽ ഒരു കാര്യം നിലനിൽക്കണമെങ്കിൽ അതിനൊരു ഖനം വേണ്ടേ? അത്ര ചെറിയ കാര്യമാണ്. പക്ഷെ അല്ലാഹ് പറയുന്നു, ആ ചെറുത് അത് നന്മാകാം, അത് തിന്മയാകാം. നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് സൽക്കർമ്മമാകാം, നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ദുഷ്കർമ്മമാകാം. അതിനെ അല്ലാഹു ആ തുലാസുകളിൽ കൊണ്ടുവരും. ആ തുലാസുകളിൽ കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ. ഹിസാബ് ചെയ്യാൻ, വിചാരണ ചെയ്യാൻ നാം മതിയായവൻ തന്നെയാണ് എന്ന് അല്ലാഹു പറയാം. എന്റെ നിങ്ങളെ ജീവിതത്തിലെ തമാശക്ക് ചെയ്തത്, ആസ്വദിക്കാൻ ചെയ്തത്, നേരം പോക്കിന് ചെയ്തത്, വളരെ പ്ലാനിങ്ങോടെ ചെയ്തത്, ദുഷ്ടതയോടെ ചെയ്തത്, എന്തെല്ലാം രൂപത്തിൽ നമ്മൾ ചെയ്തു പോയി. ആ ചെയ്തു പോയത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ തുലാസുകളിലേക്ക് കൊണ്ടുവരും, മീസാനിൽ കൊണ്ടുവരും. അത് നിങ്ങൾ മറന്നുപോയ, നിസാരമാക്കിയ, നിങ്ങൾക്കൊരു ഗൗരവം തോന്നാത്ത കർമ്മങ്ങൾ വരെ അല്ലാഹു കൊണ്ടുവരും. ഞാൻ അവിടെ ഒരു വിചാരണയുണ്ട്. ആ വിചാരണ ഓർത്തിട്ട് വേണം സുഖിക്കാൻ എന്നല്ല പറയുന്നത്. ആ വിചാരണ ആലോചിച്ചുകൊണ്ട് വേണം നിന്റെ രസങ്ങൾ നീ തേടാൻ. അല്ലാതെ ഈ ഭൂമിയിൽ തേടാനുള്ള രസങ്ങൾ മുഴുവൻ തേടുന്ന ജീവവർഗമല്ല നീ. ഈ ഭൂമിയിൽ നിങ്ങൾ ആലോചിച്ചു, നമുക്കിങ്ങനെയുള്ളൂ. ഇവിടെ ജീവിക്കുന്ന ഒരു മൃഗത്തിന്, ഒരു നായ്ക്ക് അതിന് ഇഷ്ടമുള്ളത് തിന്നാം, വിധിവിലക്കുകളില്ല. അതിന് ഇഷ്ടമുള്ളത് രസിക്കാം, ഇഷ്ടമുള്ള പോലെ രമിക്കാം. അതിന്റെ ജീവിതം അതിന്റെ ഇഷ്ടത്തിനൊത്ത് നടക്കാം. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹ് അത് അനുവദിച്ചിട്ടില്ല. കാരണം എന്താ? ഒരു നായയുടെയും ഒരു പൂച്ചയുടെയും ഒരു മൃഗത്തിന്റെയും ഒരു പക്ഷിയുടെയും കർമ്മത്തെ അല്ലാഹ് കൊണ്ടുവരില്ല തുലാസുകളിൽ. അവരുടെ കർമ്മങ്ങൾ അല്ലാഹു തുലാസുകളിൽ കൊണ്ടുവരില്ല. അല്ലാഹ് കൊണ്ടുവരിക നമ്മുടെ കർമ്മങ്ങളെയാണ്. അത് ഓർത്തിട്ട് വേണം ജീവിതത്തിൽ രസിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ രസം തുലാസുകളിൽ എനിക്കെതിരെ ഖനം തൂങ്ങുന്ന, മീസാനിൽ എനിക്കെതിരെ ഖനം തൂങ്ങുന്നതാണോ എന്ന് ഓർത്തിട്ട് വേണം രസിക്കാൻ. അല്ലാതെ രസിക്കരുത് വിശ്വാസി. എല്ലാ രസങ്ങളും, അടിച്ചുപൊളികളും സുഖങ്ങളും ഉണ്ടല്ലോ, എല്ലാ ട്രെൻഡുകളും ഉണ്ടല്ലോ, എല്ലാ ആസ്വാദനങ്ങളുണ്ടല്ലോ. അതിന്റെ പുറകെ പോകുമ്പോ ആലോചിക്കണം, ഇത് ഖിയാമത്ത് നാളിൽ പടച്ചവൻ സ്ഥാപിക്കുന്ന നീതിപൂർവകമായ തുലാസുകളിൽ ഖനം തൂങ്ങുന്ന ഒരു കർമ്മമാണ്. ഇതെനിക്കെതിരെ ഖനം തൂങ്ങുമോ, അനുകൂലമായി ഖനം തൂങ്ങുമോ, ഈ ബോധം മനുഷ്യനുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാ, ഫഅമ്മാ മൻ ഊതിയ ഖിതാബഹു ബിയമീനിഹി. ആർക്കാണ് ആ വിചാരണ കഴിഞ്ഞിട്ട്, ചെറുതുപോലും ഇല്ലാണ്ട് അല്ലാഹ് ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, ആ വിചാരണ കഴിഞ്ഞിട്ട് ഫഅമ്മാ മൻ ഊതിയ ഖിതാബഹു ബിയമീനിഹി, അവന്റെ വിചാരണക്ക് അവനെ കൊണ്ടു നിർത്തുന്ന സമയത്ത്, അവന്റെ വിചാരണക്ക് മനുഷ്യനെങ്ങനെ നിർത്തുന്ന സമയത്ത് അല്ലാഹ് പറയാ, മൻ ഊതിയ ഖിതാബഹു ബിയമീനിഹി. കർമ്മരേഖ, അവൻ ഈ ദുനിയാവിൽ ചെയ്തു വെച്ച കർമ്മരേഖ ഉണ്ടല്ലോ, ചെയ്തു വെച്ച എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിരുന്നു. പടച്ചവനത് രേഖപ്പെടുത്തിയിരുന്നു. എവിടെ വെച്ച്, ഏത് പ്രായത്തിൽ, എങ്ങനെ, അതിന്റെ ആഴവും വ്യാപ്തിയും സകലതും, അതിന്റെ തീവ്രതയും തീഷ്ണതയും സകലതും അല്ലാഹു രേഖപ്പെടുത്തിയിരുന്നു. അല്ലാഹ് പറയാ, അതിങ്ങനെ വലത് കയ്യിൽ കിട്ടും ചില ആളുകൾക്ക്, വലത് കയ്യിൽ ചില ആളുകൾക്ക് കിട്ടും. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അങ്ങനെ കിട്ടിയവർക്ക് വളരെ ചെറിയ ലഘുവായ ഒരു വിചാരണയുണ്ടാവുകയുള്ളൂ. വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക്, വലതുഭാഗത്ത് ഗ്രന്ഥം ലഭിച്ചവർക്ക്, അവർക്ക് ഒരു ചെറിയ ഹിസാബൻ യസീറ, എളുപ്പമുള്ള നിസ്സാരമായ ഒരു ഹിസാബായിരിക്കും, വിചാരണയായിരിക്കും അവർക്കുണ്ടാകുക. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ.
തങ്ങളുടെ അഹലുകാരിലേക്ക്, തങ്ങളുടെ കുടുംബക്കാരിലേക്ക് അവർ സന്തോഷത്തോടു കൂടി ഓടിപ്പോകും. ധൃതി വെച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ ആ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ ഓടിപ്പോകും. എന്നാൽ ആർക്കെങ്കിലും അവന്റെ മുതുകിലൂടെ പുറകിലൂടെ ആർക്കെങ്കിലും ഗ്രന്ഥം കൊടുത്തുവോ അവൻ വിളിക്കും, എന്റെ നാശമേ എന്ന് അവൻ വിളിക്കും. അവൻ കത്തിയെരിയുന്ന നരകാഗ്നിയിലേക്ക് അവൻ കടന്നെരിയപ്പെടും. അങ്ങനെയാണ് അല്ലാഹ് ആൾക്കാരെ വിചാരണക്ക് നിർത്തുക. രണ്ടു കൂട്ടരെ നിർത്തും. എന്നിട്ട് വലത് ഭാഗത്തൂടെ ഗ്രന്ഥം കിട്ടിയാൽ അപ്പ തീരുമാനിക്കപ്പെടും, ഇവൻ രക്ഷപ്പെട്ടവനാണ്. ഇടത് ഭാഗത്തൂടെ അല്ലെങ്കിൽ പിറകിലൂടെ മുതുകിലൂടെ ആർക്കെങ്കിലും ഗ്രന്ഥം കൊടുക്കുകയാണെങ്കിൽ പരാജയപ്പെട്ടവന്റെ ആദ്യത്തെ അടയാളമാണത്. ജീവിതത്തിന്റെ രസങ്ങളിൽ അല്ലാഹനെ മറന്നിട്ടുണ്ട് എന്നതിന്റെ ആദ്യത്തെ അടയാളം വിചാരണയുടെ ദിവസം അവന് കിട്ടുക. അവന്റെ പുറകിലൂടെ മുതുകിലൂടെ ആയിരിക്കും അവന് ഗ്രന്ഥം കൊടുക്കപ്പെടുക. ആ ഗ്രന്ഥം കിട്ടുമ്പോ തന്നെ, ആ രൂപത്തിൽ കിട്ടുമ്പോ തന്നെ മനുഷ്യൻ ബേജാറിലാകും, മനുഷ്യൻ അസ്വസ്ഥനാകും. ഇനി അവൻ എന്ത് ചെയ്യും? അവൻ ആ ഗ്രന്ഥം മറിച്ചു നോക്കും. എന്നിട്ടോ മറിച്ചു നോക്കുന്ന അവസ്ഥ വിശുദ്ധ ഖുർആൻ പറയാ, അല്ലാഹു ആ ഗ്രന്ഥം നിവർത്തും, അവർക്ക് ആ ഗ്രന്ഥം നിവർത്തി കൊടുക്കും. അപ്പോഴോ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, മുജ്രിമീങ്ങൾ, കുറ്റവാളികൾ, തെറ്റുകാരായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു? നിരാശരാകുന്നു. അവര് നിരാശരായി പോകുന്നു. മിമ്മാ ഫീഹി, അതിലുള്ളത് കണ്ട് അവര് പറയും, വയഖൂലൂൻ, അവര് പറയും, യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, ഓ ഞങ്ങളുടെ നാശമേ, ഇത് എന്തൊരു ഗ്രന്ഥമാണ്! ഞങ്ങളുടെ നാശമേ, ഇത് എന്തൊരു ഗ്രന്ഥമാണ്! ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ, ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നും ഇത് വിട്ടുപോയിട്ടില്ലല്ലോ. ഇപ്പോൾ എഴുതാൻ നമ്മളെപ്പറ്റി, ഇപ്പൊ നമ്മുടെ എഴുത്ത് നടക്കാണ്. ജീവിതത്തിന്റെ ഈ സമയങ്ങളിൽ, ഓരോ നിമിഷങ്ങളിൽ, ഓരോ ഇടപാടുകളിൽ, ഓരോ സന്ദർഭങ്ങളിൽ, ഓരോ വിനിമയങ്ങളിൽ ഞാൻ എഴുതപ്പെടുകയാണ്. നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ചില മുഖങ്ങളുണ്ട്. ആ മുഖങ്ങൾ നിങ്ങൾക്ക് ഒരിക്കൽ എന്നിന്ന് കാണാൻ പറ്റൂല. പക്ഷേ ആ ഗ്രന്ഥത്തിൽ ആ മുഖമുണ്ട്. നിങ്ങളൊന്നും അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ മാന്യനാണ്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉന്നതനായിരിക്കും. പക്ഷേ ആ ഗ്രന്ഥത്തിലുണ്ട് ഞാൻ ആരാണ് എന്നതിന്റെ കൃത്യമായ രേഖ. അത് എന്റെ മുമ്പിൽ വെച്ച് തുറക്കും. സമൂഹത്തിലെ ഞാൻ വലിയ സ്ഥാനമുള്ളവനാണ്, സമൂഹത്തിൽ ഞാൻ വലിയ മസ്ലഹത്തുകളിൽ പങ്കെടുക്കുന്നവനാണ്, സമൂഹത്തിൽ ഞാൻ ആളുകൾക്കിടയിൽ മധ്യത്തിൽ ഇരിപ്പിടം കിട്ടുന്നവനാണ്, ആളുകളൊക്കെ നല്ലവനാണ്, മാന്യനാണ് എന്നാ എന്നെ പറ്റി വിചാരിക്കുന്നത്. പക്ഷെ ആ ഗ്രന്ഥത്തിൽ വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ, അവിടെ വെച്ച് ആ ഗ്രന്ഥം തുറക്കുമ്പോഴാണ് ഞാൻ നിരാശനായിട്ട് ഞാൻ പറഞ്ഞു പോവുക, യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, പടച്ചോനെ ഇതെന്തൊരു ഗ്രന്ഥാണ്! ആളുകൾ അറിയാതെ ഞാൻ തേച്ചു മിനുക്കി വെച്ച എന്റെ വ്യക്തിത്വത്തിന്റെ ഇരുണ്ട രംഗങ്ങൾ അത് ഈ ഗ്രന്ഥത്തിൽ ഞാൻ കാണുകയാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതാവട്ടെ വലുതാവട്ടെ ഒന്നും ഇത് വിട്ടുപോയിട്ടില്ലല്ലോ. വവജദൂ മാ അമിലു ഹാദിറ, അതാ അവർ ചെയ്തതൊക്കെ അവർക്ക് മുമ്പിൽ അല്ലാഹ് ഹാദിറാക്കാണ്. മനുഷ്യ ചെയ്തതൊക്കെ ഹാദിറാവും ആ ഗ്രന്ഥത്തിൽ. ആ ഗ്രന്ഥമാണ് ചിലർക്ക് വലതു ഭാഗത്തൂടെ കൊടുത്തത്, ചിലർക്ക് മുതുകിലൂടെ പിറകിലൂടെ കൊടുത്തത്. വലത് ഭാഗത്തൂടെ കൊടുത്തവന്റെ ആ ഗ്രന്ഥം നീർത്തപ്പെടുക തന്നെയില്ല. ഹദീസുകളിൽ അത് വിശദമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബകളിൽ നമ്മളത് സൂചിപ്പിക്കാം. ഇടത് ഭാഗത്ത് ഗ്രന്ഥം കിട്ടിയവന്, ആ ഗ്രന്ഥം കിട്ടിയവൻ അവൻ
നിവർത്തും, അവൻ അതും തുറന്നു നോക്കും, അവൻ അതിൽ കാണും. അവൻ ചെയ്തു വെച്ചത്, മൂടി വെച്ചത്, രഹസ്യമാക്കി വെച്ചത്, ഒളിച്ചു വെച്ചത് എല്ലാം അവിടെ കാണാം. എല്ലാം ആ ഗ്രന്ഥത്തിൽ കാണും. ലില്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്ന, പടച്ചവന്റെ വിളിക്ക് ഉത്തരം ചെയ്തവന് നന്മയായി പ്രതിഫലം കൊടുക്കുമ്പോ വല്ലദീന ലം യസ്തജാബൂ ലഹു, അവന്റെ വിളിക്ക് ഉത്തരം ചെയ്യാത്ത ആളുകൾ ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅ വമിസ്ലഹു മഅഹു, ഈ ഭൂമി മൊത്തം അവർക്ക് കിട്ടിയാലും, ഈ ഭൂമിക്ക് സമാനമായ മറ്റും കിട്ടിയാലും, ഈ ഭൂമി മാത്രല്ല, ഈ ഭൂമിയിൽ എന്തൊക്കെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളുണ്ടോ, ഈ ഭൂമിയിൽ എന്തെല്ലാം അലങ്കാരങ്ങളും ആസ്വാദനങ്ങളുണ്ടോ, അത് മുഴുവൻ മനുഷ്യന് കിട്ടി. എന്നിട്ട് അല്ലാഹു മുഴുവൻ മാത്രല്ല, വമിസ്ലഹു മഅഹു, അതിനോടൊപ്പം അത്ര തന്നെ വീണ്ടും കിട്ടി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 2 ഭൂമിയിലെ സുഖങ്ങൾ, 2 ഭൂമിയിലെ സമ്പാദ്യങ്ങൾ, 2 ഭൂമിയിലെ ഐശ്വര്യങ്ങൾ, 2 ഭൂമിയിലെ ആനന്ദങ്ങൾ ഇത് മനുഷ്യന് കിട്ടിയാലും ലഅഫ്തദൗ ബിഹി, അവനിതാ റബ്ബേ ആ ഗ്രന്ഥത്തിന്റെ മുമ്പിൽ നിർത്തുമ്പോ, ആ ഹിസാബിന്റെ മുമ്പിൽ നിർത്തുമ്പോ അവൻ പറയും ലഅഫ്തദൗഹു ബി, പടച്ചോനെ ഞാനിത് പ്രായശ്ചിത്തായിട്ട് കൊടുക്കാം, ഇത് മുഴുവൻ കൊടുക്കാം, ഭൂമിയിലെ മൊത്തം ഞാൻ കൊടുക്കാം, എനിക്ക് കിട്ടിയ ആ ഭൂമിയിലെ സകല സമ്പത്തും ഞാൻ കൊടുക്കാം. അള്ളാഹിനോട് അവർ കെഞ്ചും. വല്ലദീന ലം യസ്തജീബൂ ലഹു, അവന് ഉത്തരം ചെയ്യാത്തവർ. അവൻ വിളിച്ചിരുന്നു, അള്ളാഹ് വിളിച്ചിരുന്നു, പല കാര്യങ്ങൾക്കും നമ്മളെ വിളിച്ചിരുന്നു, പല സന്ദർഭങ്ങളിൽ നമ്മളെ വിളിച്ചിരുന്നു. പക്ഷേ നമ്മളത് വിളിക്ക് ഉത്തരം ചെയ്തിട്ടില്ല, ആ വിളിക്ക് നമ്മൾ മറുപടി കൊടുത്തിട്ടില്ല. ചെയ്യരുത് എന്ന് അള്ളാഹ് വിളിച്ചു പറഞ്ഞിരുന്നു, നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആസ്വദിക്കരുത് എന്ന് അള്ളാഹ് വിളിച്ചു പറഞ്ഞിരുന്നു, നമ്മൾ അതാണ് ആസ്വദിച്ചു കൊണ്ടിരുന്നത്. പറ്റരുത് എന്ന് അള്ളാഹു പറഞ്ഞതാണ് നമുക്ക് പറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്ത ആളുകൾ, ആ ആളുകൾ വിചാരിക്കും ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ, പടച്ചോനെ ഈ ഭൂമി മൊത്തം എന്റേതാണെങ്കിലും ഞാനിതാ അതിന് തൊണ്ടം കൊടുക്കുക, ഞാൻ അതിന് പശ്ചാത്താപമായി, പ്രായശ്ചിത്തമായി, ഫൈനായിട്ട് ഞാൻ എല്ലാം കൊടുക്കുക, എന്റെ ദുനിയാവിലെ സ്വത്ത് കൊടുക്കുക, ഞാനിങ്ങനെ കാത്തു സൂക്ഷിച്ചത് മൊത്തം കൊടുക്കുക റബ്ബേ എന്നവിടെ വെച്ച് അവർ കെഞ്ചും അള്ളാഹുവിനോട്. കാരണം അവനൊന്നും സഹിക്കാൻ കഴിയുന്ന നിർത്തലല്ലാത്. അവന് മനസ്സിലാവും ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു. അതുവരെ അവൻ അതൊക്കെ കളിയാക്കി നടന്നതാ, പരിഹസിച്ച് നടന്നതാ, ഇതൊന്നും സംഭവിക്കില്ലെന്ന് വിചാരിച്ചതാ. പക്ഷേ അവന്റെ കണ്ണുകൾ അടഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത്, ഈ ലോകത്തെ കുറച്ച് കാഴ്ചയെ അവന് ജീവിച്ചപ്പോ കണ്ടിട്ടുള്ളൂ. നമ്മളങ്ങനെ വിചാരിക്കണേ. നമ്മളൊരു ജീവിതം നോക്കൂ, അള്ളാഹു ക്രമീകരിച്ചത് നോക്കൂ. ഈ ദുനിയാവിലെ ചില കുറച്ച് കാര്യം നമുക്ക് കാണാൻ പറ്റും, കുറച്ച് കാര്യം മണക്കാൻ പറ്റും, കുറച്ച് കാര്യങ്ങളെ നമുക്ക് സ്പർശിക്കാൻ പറ്റും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, 5 സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യം അത് സംവിധാനിച്ചിട്ടുള്ളൂ, കുറച്ച് കാര്യം. അത് വെച്ചിട്ട് നമ്മൾ വിചാരിക്കാണ് ലോകം മൊത്തം ഞാൻ മനസ്സിലാക്കി, ലോകത്ത് തൊടാൻ പറ്റുന്നത് മുഴുവൻ ഞാൻ തൊട്ട് കഴിഞ്ഞു, ലോകത്ത് കാണാൻ പറ്റുന്നത് മുഴുവൻ ഞാൻ കണ്ടു കഴിഞ്ഞു, ലോകത്ത് മണക്കാനും രുചിക്കാനും പറ്റുന്നത് ഞാൻ മണത്തും രുചിച്ചും കഴിഞ്ഞു എന്ന് വിഡ്ഢിയായ മനുഷ്യൻ വിചാരിക്കുക. അവന്റെ കണ്ണെത്താത്ത ലോകമുണ്ട്, അവന്റെ അടുത്തുണ്ട്. നമ്മൾ സാധാരണ പറയുമല്ലോ, തൊട്ടടുത്ത രോഗാണുക്കൾ, നമുക്ക് ചുറ്റുമുള്ള അണുക്കൾ, അവയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ബാക്ടീരിയകൾ, വൈറസുകൾ, ഇതിനൊന്നും നമ്മൾ കണ്ണുകൊണ്ട് കാണൂല. പക്ഷെ നമുക്കറിയാൻ പറ്റും, നമുക്കവയെ മനസ്സിലാക്കാൻ പറ്റും, അവയുടെ സാന്നിധ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അത് എവിടെയാ? അത് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ. എന്നാൽ ഈ ഭൗതിക പ്രപഞ്ചം മാത്രമാണോ ഉള്ളത്? ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പോലും മനുഷ്യന് നേർക്ക് നേരെ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യമാണ്. ആ സെൻസിലൂടെ തന്നെ കുറച്ചുകൂടി ഡെപ്തായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ കുറച്ചാണ്. ഈ പ്രപഞ്ചത്തിന്റെ മഹാഭൂരിപക്ഷവും, ഈ ആലമു ഷഹാദത്തിന്റെ ഭൗതിക പ്രപഞ്ചത്തിന്റെ മഹാഭൂരിപക്ഷം മനുഷ്യന് മനസ്സിലാവൂല. അതിന്റെ പുറമെ മറ്റൊരു പ്രപഞ്ചമുണ്ട്, ആലമുൽ ഗൈബ്. ആലമു ഷഹാദ മാത്രമല്ല,
ആലമുൽ ഗൈബ്, മറ്റൊരു പ്രപഞ്ച. ആ പ്രപഞ്ചത്തിന്റെ ഒരു പ്രകാശമോ ചൂടോ ചൂരോ മനുഷ്യന്റെ കണ്ണ് അടയുന്നത് വരെ, അവന്റെ ഹൃദയം നിലയ്ക്കുന്നത് വരെ, അവന്റെ നാഡികളിൽ രക്തം തുടിക്കുന്നത് വരെ അവന് തൊടാൻ പറ്റില്ല. അവന്റെ തൊട്ടടുത്തുണ്ട്, അവന്റെ കണ്ടനാടിയുടെ അടുത്തുണ്ട്, അവന്റെ തോളിന്റെ അടുത്തുണ്ട്. പക്ഷെ അള്ളാഹു ഒരു മറയിട്ടിരിക്കാണ്, അള്ളങ്ങോട്ട് മറവെച്ചിരിക്കാണ്. അവൻ നോക്കിയാൽ കാണൂല, ദൃശ്യപ്രപഞ്ചത്തിൽ മാത്രമേ കാണൂ. അവന്റെ തോളിലിരിക്കുക, കണ്ടനാടിയുടെ അടുത്തിരിക്കുക. അത് കാണുക എപ്പോഴാണ്? ഖൽബിന്റെ ഇടിപ്പുണ്ടല്ലോ, അതൊന്ന് നിലച്ചാൽ അവന്റെ ശ്വാസം പുറത്തേക്ക് വരാത്ത, അകത്തേക്ക് എടുക്കാത്ത നിമിഷങ്ങളിലേക്ക് അവൻ കടന്നാൽ അപ്പം കാണും ആ ലോകത്തെ. അതുകൊണ്ട് ആ ലോകം കണ്ടവനറിയാം ഹിസാബ് എന്താണ് എന്ന്, വിചാരണ എന്താണ് എന്ന്. അതുവരെ കളിയാക്കിയവൻ, അതുവരെ പരിഹസിച്ചവൻ, അതുവരെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാത്തവൻ, അവൻ ഇതാ പറയുകയാണ്, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമി മുഴുവൻ എനിക്കുണ്ടായാലും ഞാനത് തിരിച്ചു കൊടുക്കും, എനിക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് പ്രായശ്ചിത്തം കൊടുക്കും എന്ന് അവൻ അവിടെ വെച്ച് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ, ഈ ലോകം നമ്മൾ കാണും, നമ്മിലെല്ലാവരും കാണും. ആ ലോകത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് തീരുമാനാധികാരങ്ങളില്ല. ഇവിടെ നമുക്ക് തീരുമാനാധികാരങ്ങളുണ്ട്, ഇവിടെ നമ്മളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ അവിടെ എത്തിയാൽ നമുക്കൊരു ചോയ്സും ഇല്ല. പടച്ചവൻ ഇങ്ങനെ അവൻ വെച്ച ആ വിചാരണയിലൂടെ നടന്നു തീർക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, ജീവിതത്തെ ആസ്വദിക്കുമ്പോൾ ഈ ആസ്വാദനം തുലാസുകളിൽ അള്ള വെച്ചതാണോ? ജീവിതത്തെ ആനന്ദത്തിന്റെ ആഘോഷത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, ആ മീസാന് വെക്കുമ്പോൾ ഒരു കടുക് മണിത്തൂക്കമില്ലാതെ എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് വെക്കുമ്പോൾ ഈ സുഖം, ഈ രസം, ഈ ട്രെൻഡ്, ഈ വൈബ് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? നരകത്തിലേക്കല്ലാത്ത എല്ലാ ട്രെൻഡും നമുക്ക് ആസ്വദിക്കാം, നരകത്തിലേക്കല്ലാത്ത എല്ലാ വൈബുകളിലും നമുക്ക് ഉൾപ്പെടുത്താം. അത് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നരകത്തിലേക്കല്ല എന്ന് ഉറപ്പ് വേണം. സുഖങ്ങളും രസങ്ങളും ആനന്ദങ്ങളും ആഘോഷങ്ങളും നരകത്തിലേക്കല്ലാത്തതെല്ലാം നമുക്ക് കൊണ്ടുവരാം, അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ വന്നാൽ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒന്ന് കൊന്നാൽ നമ്മൾ കരയും, നമ്മൾ പശ്ചാത്തപിക്കും, നമ്മൾ ഖേദിക്കും. മൊത്തം കൊടുക്കാം റബ്ബേ, കിട്ടിയ ജീവിതത്തിലെ എല്ലാതും നൽകാൻ റബ്ബേ, ഒരു മാപ്പ് വേണം എന്ന് അവിടെ വെച്ച് ചോദിക്കും. മാപ്പില്ലാത്ത ലോകാണത്. അള്ളാഹു മാപ്പ് കൊടുക്കപ്പോഴാണെന്നറിയാം, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നവരാണ്. തൊണ്ടക്കുഴിയിൽ റൂഹെത്തിയാൽ പിന്നെ മാപ്പില്ല. അല്ലാഹുവേ നീ മാപ്പ് കൊടുക്കുന്നവരാണ്. എവിടെ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ അവന്റെ തൊണ്ടയിൽ നിന്ന് ആ റൂഹിനെ മലക്കുകൾ വലിച്ചു തുടങ്ങിയാൽ പിന്നെ അവന് മാപ്പില്ല. പിന്നെ അവൻ അഫുവല്ല, മാപ്പ് കൊടുക്കുന്നവനല്ല അല്ലാഹു. പിന്നെ അവന് മാപ്പ് കൊടുക്കില്ല. അതവന്റെ വാക്കാണ്, അവന്റെ നിർബന്ധ വാക്കാണ്, മാറാത്ത വാക്കാണ്, മുൻകടക്കാത്ത വാക്കാണ്. കണ്ണടഞ്ഞിട്ട് മലക്കുൽ മൗത്തിനെ ഇങ്ങനെ നേരെ കണ്ടിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാത്ത ഒരാളും ഭൂലോകത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കോ. ഏറ്റവും വലിയ ദുഷ്ടന്മാരുണ്ടല്ലോ, ഫിറഔൻ എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ ദുഷ്ടന്മാരായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന, തെമ്മാടികളായി മനസ്സിലാക്കുന്ന ആളുകൾ, അവര് മലക്കുൽ മൗത്തിനെ കണ്ടപ്പോ ഇസ്തിഗ്ഫാർ ചെയ്ത് പാപമോചനം തേടി അള്ളാഹുവെ മാപ്പരണേ എന്ന് പറഞ്ഞു. മാപ്പില്ല. അപ്പോൾ അള്ളാഹു മാപ്പ് കൊടുക്കൂല. മാപ്പ് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പാണ്, മലക്കുൽ മൗത്തിനെ കാണുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് നമ്മൾ സുഖങ്ങളും രസങ്ങളും ആസ്വദിക്കുമ്പോൾ ഈ ഒരു ഓർമ്മ നമുക്ക് വേണം.
ഇത് തുലാസുകളിൽ എവിടെ കനം തൂങ്ങും? നന്മയുടെ തട്ടിലാണോ തിന്മയുടെ തട്ടിലാണോ കനം തൂങ്ങുക? ഗ്രന്ഥങ്ങളിൽ എങ്ങനെ രേഖപ്പെടുത്തും? ഈ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് എളുപ്പമായി കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മരണത്തിന് മുമ്പേ തെറ്റുപറ്റിയ എല്ലാ തെറ്റുകളും, നമുക്ക് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും, വൻപാപാവട്ടെ ചെറുപാവാകട്ടെ, അറിഞ്ഞും അറിയാതുമാകട്ടെ, സകലതും റബ്ബ് മരണത്തിന് മുമ്പ് പുറത്തു കൊടുക്കുന്ന ഭാഗ്യവാന്മാരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സ്വർഗത്തിലേക്ക് മാറ്റി നിർത്തിയ വിചാരണക്കാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്ഖാഫിന്റെ 17-ാമത്തെ ആയത്ത് നമ്മുടെ കൂട്ടത്തിൽ മക്കളുള്ള, സന്താനങ്ങളുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും ഒന്ന് വായിക്കണം. സന്താനങ്ങളുള്ളവർ മതി, അല്ലാത്തൊരു വായിക്കണമെന്നില്ല. സന്താനങ്ങളുള്ള മക്കളുള്ളവർ ഒന്ന് വായിക്കണം. അവിടെ ഒരു മകനെയും ഒരു വാപ്പാനെ ഉമ്മനെയും പരിചയപ്പെടുത്താണ് ഖുർആൻ. വല്ലദീ ഖാല ലിവാലിദൈഹി, തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞ ഒരുത്തനെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്താൻ. ഉഫിൻ ലക്കുമ, അവൻ എന്താ വാപ്പനോടും ഉമ്മനോടും പറഞ്ഞത്? ഉഫിൻ ലക്കുമ, നിങ്ങൾ രണ്ടു പേർക്കും നാശം. അതഇദാനിനി അൻ ഉഖ്റജ, ഞാൻ മരണപ്പെട്ട ശേഷം വീണ്ടും പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് നിങ്ങൾ എന്നോട് വാഗ്ദത്തം ചെയ്യാണോ? നിങ്ങൾക്ക് നാശം. വാപ്പയുമ്മയും മോനോട് പറഞ്ഞു കൊടുക്കുക, മോനെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഖബറുകളിൽ നിന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ജീർണിച്ചളിഞ്ഞു പോയ നിന്റെ മാംസത്തിൽ നിന്ന്, നുരമ്പിച്ചു പോയ എല്ലുകൾക്കിടയിൽ നിന്ന് നിന്റെ റൂഹിനെ അള്ളാഹു വീണ്ടും പുനർജീവിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ മോന് കളിയാക്കിയിട്ട്, പരിഹസിച്ചിട്ട്, ആക്ഷേപിച്ചിട്ട് മാതാപിതാക്കളോട് പറയാ, നിങ്ങൾക്ക് നാശം. ഞാനൊക്കെ മരിച്ചതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നാണോ നിങ്ങൾ പറയുന്നത്? വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് എത്രയോ സമൂഹങ്ങൾ മരിച്ചുപോയി. അവരാരെങ്കിലും വന്നിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ? എനിക്ക് മുമ്പ് മരിച്ചുപോയ സമൂഹങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെക്കാണ്, അവിടെ ഖബറിൽ ചോദ്യമുണ്ട്, പരലോകത്ത് വിചാരണയുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് വാപ്പയും ഉമ്മയും പറയാണ്, വഹുമാ യസ്തഗീസാനില്ലാഹ്, ആ രണ്ടുപേരും വൃദ്ധരായ ആ രണ്ട് മാതാപിതാക്കൾ അവരിതാ അള്ളാഹുവിനോട് അഭയം തേടുകയാണ്, രക്ഷ തേടുകയാണ്. വൈലക്, നിനക്ക് നാശം മകനെ. ആമിൻ, നീ ഒന്ന് വിശ്വസിക്ക്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. മോനെ, നീ വിശ്വസിക്ക്, നീ അത് അംഗീകരിക്ക്, അതിനനുസരിച്ചൊന്ന് ജീവിക്ക് എന്നാ മാതാപിതാക്കൾ അള്ളാഹിനോട് സഹായം തേടിയിട്ട് മോനോട് പറയാണ്. ഫയഖൂൽ, ആ സമയത്ത് അവൻ പറയുന്ന മറുപടി എന്താ? മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇതൊക്കെ മുൻഗാമികളുടെ കെട്ടുകഥയാണ് വാപ്പ. ഇതൊക്കെ മുൻഗാമികൾ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതം, വിചാരണ, ഇവിടെ ചെയ്തതൊക്കെ ചോദ്യം ചെയ്യല്, ഇതൊന്നും ഉണ്ടാവൂല. ഇതൊക്കെ വെറുതെ പറഞ്ഞ കഥകളാണ്, മുൻഗാമികൾ പറഞ്ഞു പഠിപ്പിച്ച കഥകൾ, അന്ധവിശ്വാസങ്ങൾ, ഓരോരുത്തരുടെയും ഫാൻസി കഥകൾ. അതിൻ്റെ അപ്പുറം ഫാന്റസി കഥകൾക്കപ്പുറം ഇതൊന്നല്ല എന്ന് മോനും മാനം വാപ്പാനും പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്നെന്തറിയോ? മക്കൾക്കിത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞിട്ട് മക്കളെടുത്ത് വന്നിട്ട് ആമീൻ മോനെ, നീ ഒന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പറയും, മാ ഹാദാ ഇല്ല അസാതീറുൽ അവ്വലീൻ, ഇതൊക്കെ മുൻഗാമികൾ പറഞ്ഞ കെട്ടുകഥകൾ, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ
ഇതൊക്കെ പിന്നെ 7-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ അറബികളുടെ കഥകൾ എന്നവൻ ഇങ്ങോട്ട് പറയും. പറയേണ്ട പ്രായം നമുക്കറിയാം. നമ്മുടെ മക്കൾ നമ്മിൽ നിന്നാണ് ഏറ്റവും ആധികാരിക വിവരശേഖരണം നടത്തുന്ന ഒരു പ്രായമുണ്ട്. എൻ്റെ വാപ്പച്ചി പറഞ്ഞു, എൻ്റെ ഉമ്മച്ചി പറഞ്ഞു എന്ന് പറയുന്നൊരു പ്രായം നമുക്കറിയാലോ. അത് കുറച്ച് കഴിഞ്ഞാൽ തീരും. കുറച്ച് കഴിഞ്ഞാൽ ആ പ്രായം തീരും. ആ പ്രായപ്പോഴാ ഒരു 10, 12, 13, 14 കൂടി വന്നൊരു 15 വയസ്സ്. ആ 15 വയസ്സ് വരെ നമ്മളെ മക്കൾ പറഞ്ഞേക്കും, എൻ്റെ വാപ്പനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട്, അതാണ് എനിക്ക് വലിയ കാര്യം എന്ന് പറയുന്നൊരു പ്രായം. ആ പ്രായത്തിൽ മക്കളെ പഠിപ്പിക്കണം. ആ പ്രായം കഴിഞ്ഞിട്ട് മക്കളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ ഉഫില്ലക്കുമാ, നിങ്ങൾക്ക് നാശം, നിങ്ങൾ എന്തിനാണ് ഈ വിഡ്ഢിത്തൊക്കെ എന്നോട് പറയുന്നതെന്ന് തിരിച്ചും കൂടി ചോദിക്കും. അതിനാണ് മദ്രസ സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മദ്രസ സംവിധാനങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്തിനാ? ഇത്തരം വർത്തമാനം പറയുന്ന സന്താനങ്ങൾ വിശ്വാസികൾക്ക് ജനിക്കും. വിശ്വാസികളാണ് ആ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് പടച്ചവനോട് ഇസ്തിഗാസ തേടിക്കൊണ്ട്, സഹായം തേടിക്കൊണ്ട് അവർ ആ മോനോട് പറഞ്ഞല്ലേ, വൈലക് ആമിൻ, മോനെ നിനക്ക് നാശം, നീ ഒന്ന് വിശ്വസിക്കടാ എന്ന് ആ മാതാപിതാക്കൾ പറഞ്ഞത്. അതുകൊണ്ടാ അവർ ഈമാനുള്ളവരാണ്, മുസ്ലിങ്ങളാണ്. ഒരു മുസ്ലിം കുടുംബത്തെയാണ് ഖുർആൻ ഉദാഹരിച്ചത്. മനസ്സിലാക്കിക്കോ, മുസ്ലിം കുടുംബത്തെ ഉദാഹരിച്ചത്. ആ മുസ്ലിം കുടുംബത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മാതാപിതാക്കൾ, അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന വിശ്വസിക്കാത്ത മകൻ, ആ മകനോട് അള്ളാഹിനെ ഭയപ്പെടുന്ന വിശ്വസിക്കുന്ന മാതാപിതാക്കൾ, മോനെ നീ അനുസരിക്ക അള്ളാഹുവിനെ, നീ ധിക്കാരപൂർവ്വം ജീവിക്കല്ലേ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ അന്ധവിശ്വാസം, ഈ പഴഞ്ചൻ 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ജീവിതവും പേറി നടക്കണോ? ഈ പുരോഗതിയുടെ കാലത്തും ഈ 21-ാം നൂറ്റാണ്ടിലും ആ 6-ാം നൂറ്റാണ്ടിന്റെ വെളിച്ചേറ്റ് നടക്കണോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട്, ഉണ്ടാകുന്നു. ഇന്ന് കേരളത്തിൽ അത്തരം മക്കൾ ഉണ്ടാകുന്നു. അത്തരം മക്കളെ ഉണ്ടാക്കുന്നതിന് ആസൂത്രിതവും വ്യവസ്ഥാപിതവുമായി പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനങ്ങൾ കേരളത്തിന്റെ ക്യാമ്പസുകളിലുണ്ട്. അത് ഇനി തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഖുർആൻ പറഞ്ഞ കഥ നമ്മളെ വീട്ടിൽ ആരംഭിക്കും. ഖുർആൻ ഈ പറഞ്ഞ കഥ എന്റെയും നിങ്ങളുടെയും വീട്ടുകളിലുണ്ടാകും, ഉറപ്പാണ്. നമ്മുടെ കുട്ടികൾ ക്യാമ്പസ് കാലം കഴിഞ്ഞിട്ട് വരുമ്പോ അവർക്ക് നമുക്ക് മുകളിൽ ഒച്ച വെക്കാനുള്ള സമയമാകുമ്പോ അവർ പറഞ്ഞു തരും, വൈലക്, നാശം നിങ്ങൾ പറഞ്ഞു തരും. ഉഫില്ലക്കുമാ, നിങ്ങൾക്ക് 2 പേർക്കും നാശം എന്ന് അവനിങ്ങോട്ട് പറയും, അവളിങ്ങോട്ട് പറയും. അതിന് മുമ്പ് കൊടുക്കണം. അവള് നോക്കൂ, ഒരു 4 വയസ്സുള്ള 5 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ മരിച്ചാൽ ഒരു ലോകമുണ്ട് ട്ടോ, അവിടെ ചോദ്യമുണ്ട് ട്ടോ, അവിടെ നരകമുണ്ട്, അവിടെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ പാറയിൽ കൊത്തിവെച്ച പോലെ അവിടെ കിടക്കും. ഒരു നിരീശ്വരവാദിക്കും, ഒരു നിർമ്മതവാദിക്കും, ഒരു ലിബറലിസ്റ്റിനും അത് കൊത്തിയിളക്കാൻ കഴിയില്ല. അത് നെഞ്ചിലിങ്ങനെ കനപ്പെട്ട സീല് പോലെ ഇരിക്കും, അത് മായ്ച്ചു കളയാൻ പറ്റൂല. ആ സമയത്ത് കൊടുക്കണം നമ്മൾ. അതിനാണ് മദ്രസ വിദ്യാഭ്യാസം. ലോകത്ത് ഇസ്ലാമിക സംഘങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച ആധുനിക സമൂഹം ആദ്യം തകർത്തത് കുടുംബജീവിത. അതായത് പെൺകുട്ടികൾക്ക് വിവാഹം ഒരു ആവശ്യമില്ലാത്ത കാര്യം എന്ന് പഠിപ്പിച്ചെടുത്തു. രണ്ടാമത് ചെയ്തെന്താ അറിയോ? മദ്രസ സംവിധാനം തകർത്ത്. ഇസ്ലാമിനെ തകർക്കണമെങ്കിൽ 2 വഴിയാണുള്ളത്. പെൺകുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കുക. കൂടുതൽ പെൺകുട്ടികളാണ് ചൂസ് ചെയ്യുക. കാരണം വിവാഹത്തിന്റെ ദുരന്തങ്ങൾ പേറുന്നത് അവരായിരിക്കും, കുടുംബജീവിതത്തിന്റെ ഭാരം പേറുന്നത് അവരായിരിക്കും. അവർക്ക് പഠിപ്പിച്ചെടുക്കും വിവാഹം വേണ്ട. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ഞങ്ങൾ കല്യാണത്തിൽ വിശ്വാസമല്ല, ലിവിങ് ടുഗദർ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ്, അതാദ്യം പഠിപ്പിക്കാം. പിന്നെയോ മദ്രസ സംവിധാനങ്ങളില്ലാതൊക്കെ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ആരംഭിക്കുകയാണ്. ജൂൺ 1 മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ ഇവിടെ മദ്രസ സംവിധാനം ആരംഭിക്കാം. നമ്മളെ വീട്ടിൽ, ഈ പരിസരത്ത് നമുക്ക് കൊണ്ടാക്കാൻ പറ്റുന്ന ദൂരപരിധിയിലുള്ള നമ്മുടെ വീട്ടിൽ മദ്രസയിൽ പഠിക്കാത്ത കുട്ടി ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പറയുന്നത് അറിയോ? സ്കൂളിലുണ്ട് സിലബസ് എന്ന്. സ്കൂളിലെ സിലബസ് സംവിധാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? സ്കൂളിലെ ഏറ്റവും അപ്രധാനമായ ഒരു സിലബസ് നോക്കൂ. ഫിസിക്സിന്റെയോ ഹിസ്റ്ററിയുടെയോ മാത്സിന്റെയോ ഏതെങ്കിലും ഒരു സിലബസിന്റെ അടുത്ത് അത്തരം സ്കൂളുകളിൽ ഖുർആനും ഹദീസും ഉണ്ടോ?
നബി പാഠങ്ങളുണ്ടോ? ഫിഖ് ഉണ്ടോ? ഇല്ല. ആലോചിക്കുക, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്ഥാപനം 2 ടെക്സ്റ്റ് ബുക്ക് തരാ, 2 സിലബസ് തരാ, എന്നിട്ട് പറയാ ഇത് പ്രധാനപ്പെട്ടത്, ഇത് വലിയ പ്രാധാന്യമില്ലാത്തത്. എന്ത് മനോഘടനയോടെയായിരിക്കും നിങ്ങൾ ആ സിലബസിനെ സമീപിക്കുക? പ്രാധാന്യമില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് നിന്റെ കരിയറിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, നിന്റെ അക്കാദമിക്കൽ കരിയറിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സിലബസ് നിനക്ക് തരും. മറുകൈയിലോ നിന്റെ അക്കാദമിക് കരിയറിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സിലബസ് തരും. നിങ്ങൾ ഏത് സിലബസിനെ പ്രാധാന്യം കൊടുക്കും? മനുഷ്യന് ഇതിനെ കൊടുക്കുക. മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഇത് 2ാം കിട സബ്ജക്റ്റാണ് എന്ന ബോധത്തോടാണ് അവിടെ പഠിച്ചു വരിക. പക്ഷെ മദ്രസയിൽ അതല്ല ഉണ്ടാവുക. മദ്രസയുടെ 1ാമത്തെ സിലബസ് എന്ന് പറഞ്ഞാൽ മദ്രസക്ക് അത് മാത്രമുള്ളൂ. ആ അന്തരീക്ഷത്തിൽ അതിൻ്റെ മുകളിൽ ആ സിലബസിനെ ചെറുതാക്കുന്ന ഒരു സിലബസ് ഇല്ല. അതുകൊണ്ട് മദ്രസ സംവിധാനങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഇസ്ലാമിക സബ്ജക്റ്റിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. ആ വലിപ്പം മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ നമ്മൾ നിലനിർത്തുന്നത്. നിങ്ങളെല്ലാം ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പള്ളിയിലെ ഒരംഗവും, നിങ്ങൾക്കെല്ലാം അറിയാം, പള്ളിക്ക് പുറത്ത് നമ്മുടെ പിരിവുകൾക്ക് ബക്കറ്റ് പിടിക്കുന്ന, നിങ്ങളിൽ നിന്ന് കളക്ഷൻ സ്വീകരിക്കുന്ന ബഹുമാന്യനായ സിദ്ദീഖ് സാഹിബ്, അദ്ദേഹം വളരെ നിർധനനായ ഒരാളാണ്. അദ്ദേഹം വളരെ ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടാം. 2 കിഡ്നിയും അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ പ്രവർത്തനം അവസാനിച്ചാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല, ഹാർട്ടിനും കംപ്ലൈൻ്റ് ഉള്ള ആളാണ്. വളരെ രൂക്ഷമായ മോശമായ ഒരു ആരോഗ്യസ്ഥിതിയിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സക്കും അദ്ദേഹത്തിൻ്റെ മറ്റ് ഹോസ്പിറ്റൽ ചെലവുകൾക്കൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക കളക്ഷൻ ഉള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഹിതം അദ്ദേഹത്തിനാണ് കണക്കാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സഹകരണം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മോടൊപ്പമുള്ള നിർധനനായ, നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സഹായിക്കാനുള്ള ബാധ്യത അള്ളാഹു നമ്മിലും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് എല്ലാ സുഖങ്ങളും ശിഫയാക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും നിന്നും സമാധാനം ലഭിക്കുന്ന മരുന്നുകൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും സഹായം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയെല്ലാം മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർഭരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അബദ്ധങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.